മദ്യപിക്കരുതെന്നൊന്നും ഒരു മാർപ്പാപ്പ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ രാമമൂർത്തി നഗറിലെ വികാരിയാന്ന് വിചാരിക്കും. ഞാൻ രാത്രി 11:30 ആകുമ്പോൾ ഒരു പെഗടിച്ച് കയറി കിടന്നുറങ്ങിയാൽ നിങ്ങൾ എന്നെ തല്ലുവോ? ചുക്കൂല്ലട്ടാ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ വൈകുന്നേരം ആകുമ്പോ പെഗടിച്ച് കാണാൻ പാടില്ലാത്ത കാഴ്ചകളും കമ്പ്യൂട്ടറിൽ കണ്ട് കയറിക്കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് ബലിയർപ്പണത്തിന് ആൾക്കാരെ കയറുമ്പോ അന്ന് കുർബാനയ്ക്ക് ധർമ്മം ഏൽപ്പിച്ച ഔസേപ്പേട്ടൻ നിന്ന് നിലവിളിക്കുന്നുണ്ട്. അങ്ങേരുടെ പേരക്കിടാവിന്റെ ഓപ്പറേഷനാണേ. അങ്ങേരെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുർബാനയ്ക്ക് ധർമ്മം തന്ന ത്രേസ്യാമ്മ ചേച്ചിയുടെ കണ്ണീന്ന് കുടുകുടാന്ന വരണേ. കാരണം ആ പാവത്തിന്റെ കെട്ടിയോന്റെ കുടി മാറാൻ എത്ര കുർബാനയായെന്നറിയാം എന്നെ കൊണ്ട് ചെല്ലിക്കണം. എന്റെ കയ്യിലിരിപ്പ് കാരണം ഈ പാവങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ സ്മോൾ അടിക്കാറ്. ഞാൻ ഈ വൃത്തികേട് കാണാൻ പോവാത്തത്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ കിട്ടാഞ്ഞിട്ടൊന്നല്ല. ഒരു വൈദികൻ സ്മോൾ അടിക്കെന്ന് പറഞ്ഞ കൊണ്ടുതരാൻ എത്ര ആളാന്നറിയാം? ഇഷ്ടം പോലെ പേര് കൊണ്ടുതരും. ഏത് ബ്രാൻഡ് വേണം അച്ഛന്? എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ തല നിറച്ച കാരണം എന്നാ തോന്നുന്നു. ചില ഇടവകക്കാരൊക്കെ വന്ന് ചോദിക്കും, അച്ഛൻ കഴിക്കൂ? പിന്നെ കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റും കേട്ടാ. അതല്ല അച്ഛാ, മറ്റേത്. ഞാൻ പറയും, എന്ത് തോമസ് ഏട്ടാ അങ്ങനെ ചോദിക്കണേ? അല്ല അച്ഛാ, ഞാൻ ഫോറിനിലാണല്ലോ. അതെ, ഞാൻ ആ വെക്കേഷനൊക്കെ വരുമ്പോൾ അച്ഛൻ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ദുബായിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സാധനം കിട്ടും അച്ഛാ, നല്ല സാധനം കിട്ടും, ഞാൻ മേടിച്ചു കൊണ്ട് അച്ഛൻ ടെൻഷനൊന്നും പിടിക്കണ്ട, ഒരാളും അറിയില്ല. അത് കേൾക്കുമ്പോൾ ഞാൻ തോമസ് ഏട്ടനോട്, തോമസ് ഏട്ടാ അവസാനം പറഞ്ഞതെന്നോണാ എല്ലാവരും അറിയും. തോമസ് ഏട്ടനല്ലേ തരുന്നത്. ശരിയാവില്ല ഏട്ടാ, അത് കുടിച്ചത് ശരിയാവില്ല. മദ്യപിക്കാൻ ലഭിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരണ സാധനമൊക്കെ ഞമ്മന്റെ കമ്പ്യൂട്ടറിലുണ്ടെന്നേ, എൻ്റെ മൊബൈൽ ഫോണിലുണ്ട്. എല്ലാ കിണ്ടാവണ്ടി ഇമാതിരി വൃത്തികേടുകൾ കണ്ടും കഴിച്ചും ഞാൻ ബലിയർപ്പണത്തിന് കയറുമ്പോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഓർക്കണേ, എടറിപ്പോവുമ്പോ നഷ്ടപ്പെടുന്നത് നിന്നിലൂടെ മാത്രം കടന്നു വരുന്ന ദൈവാനുഗ്രഹങ്ങളാണ്. നീ നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ചെയ്തു വെക്കേണ്ട ചില സംഗതികളുണ്ട്. ഒരു മകനിലൂടെ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട സന്തോഷം വേറെ ആര് വിചാരിച്ചാലും കിട്ടില്ല. ഒരു മകളിലൂടെ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട അഭിമാനം വേറെ ആര് വിചാരിച്ചാലും കിട്ടില്ല. നിങ്ങളുടെ വികാരിയച്ഛൻ ചങ്ക് കൊട്ടി കുർബാനയില്ല, സെന്റ് തോമസ് ഇടവകക്കാർക്ക് വല്ല ഗുണുണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ലട്ടാ. സെന്റ് തോമസ് ഇടവകയില്, ക്രൈസ്തന്റെ അവിടെ ഇടവകയില്ലേ, സെന്റ് തോമസ് ഇടവകയിലെ വികാരിയച്ഛൻ ചങ്ക് പറിച്ച് ബലിപീഠത്തും വെച്ച് കുർബാനയില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും തടയണമെങ്കിൽ എന്ത് വേണം? ഇവിടെയുള്ള ആത്മാവും മര്യാദയ്ക്ക് കുർബാനയിലണം, വേണ്ടേ? നീ ആരാണെന്നുള്ള തിരിച്ചറിവ്, നീ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ബോധം, അതെപ്പോഴും നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. മോശയോട് കർത്താവ് ആവശ്യപ്പെട്ടത് അതാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് ഹൊറേബില് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് എന്താ പറഞ്ഞത്? ഷർട്ട് ഊരാനാണോ പറഞ്ഞത്? എന്തൂരാനാ പറഞ്ഞത്? പാദരക്ഷ, ചെരുപ്പൂരാൻ പറഞ്ഞു. അതെന്തിനാ ദൈവം മോശയോട് ചെരുപ്പൂരാൻ പറഞ്ഞത്? എന്തിനാണ്? നീ നിൽക്കണ സ്ഥലം, ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരുന്നു. ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് ചെരുപ്പൂരും മോശം.